ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ്സ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, എന്നെ തെറിവിളി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് കുറച്ച് ലൈക്കൊക്കെ തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ കുറച്ചായി എൻ്റെ മുഖമൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഡെയിലി രാവിലെ എണിച്ച് എൻ്റെ മുഖം വൈകുന്നേരമായി എൻ്റെ മുഖം വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ കുറച്ച് ലാഗൊക്കെ ഉണ്ടായി. ഇനി റെഗുലറായിട്ട് എന്തായാലും വീഡിയോ ഒക്കെ തരാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ മേജറായിട്ടുള്ള 2 പ്രൊജക്റ്റ്, ബ്ലം, ലെയർ എഡ്ജ്. ബ്ലമ്മിൻ്റെ മേജർ ലേറ്റസ്റ്റ് അപ്ഡേറ്റും അതേപോലെ തന്നെ നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ലെയർ എഡ്ജിൻ്റെ ഒരു പ്രൈസ് പ്രെഡിക്ഷൻ ചെയ്യുന്നതാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ രീതിയിലുള്ള ഒരു പ്രൈസ് പ്രെഡിക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് അടികളൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രൈസ് പ്രെഡിക്ഷൻ ചെയ്യുന്നത്. ആൾറെഡി കുറേ ചെയ്തു, കുറേ എണ്ണം പൊട്ടി, കുറച്ചൊക്കെ ശരിയായി, അങ്ങനെയുള്ളൊക്കെ ഉള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ലെയർ എഡ്ജ് ചെയ്യുക. ഒരുപാട് പിടിച്ചിട്ടായിരിക്കും ലെയർ എഡ്ജ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രൈസിലൊക്കെ എന്തായാലും വരട്ടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം അവിടെ കാണാവുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ആ ഡ്രോപ്പ് ഗെയിം കഴിഞ്ഞൊരു ദിവസം എന്തായി, സ്റ്റോപ്പായി. അതാണ് മേജർ അപ്ഡേറ്റ്. അപ്പോൾ ഈ ഒരു കാര്യം കഴിഞ്ഞല്ലോ, അവിടെ TG എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഇതിൻ്റെ TG ആണോ ബ്രോ വരാൻ പോകുന്നതെന്നാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്വിറ്റർ പോസ്റ്റിൽ ഒരാൾ ചോദിച്ചതിൻ്റെ മറുപടി ആയിട്ട് അവർ തന്നെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ TG ഈസ് 31 മെയ് എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോട്ട് കറക്റ്റ്, ബ്ലം എന്ന് പറയുകയാണ്, നോട്ട് കറക്റ്റ്, ദ എക്സാക്ട് ഡേറ്റ് കംസ് ലേറ്റർ ബട്ട് ഇറ്റ് വോണ്ട് ബി ലേറ്റർ ദാൻ ഓൺ മെയ് 31 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു 31ൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഈ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു മെയ് മാസം തന്നെ നമുക്ക് TGEൻ്റെ അനൗൺസ്മെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ മുമ്പ് പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാർച്ചൊക്കെ അല്ലെങ്കിൽ മെയ് ഒക്കെ കഴിഞ്ഞിട്ട് ക്വാർട്ടർലി പാതി ആകുമ്പോൾ നമ്മുടെ 2025 പാതിയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു ബ്ലം എന്താവാൻ പോകുന്നത്, ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തേക്കൊക്കെ നമ്മൾ എന്തായിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ മേജറായിട്ടുള്ള ഒരു അപ്ഡേറ്റും ഇല്ല. അതേപോലെ തന്നെ ഇതിൽ എലിജിബിൾ ആവാനുള്ള കുറച്ചൊരു കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു മീം പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 750 പോയിൻറ്റ്സ് നിങ്ങൾ വേണം, ഇല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി നിങ്ങൾ എന്ത് ഉണ്ടാവണം, ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി ഇപ്പോൾ ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അവിടെ കാണുന്നുണ്ടാവില്ല. എന്താണെന്ന് പറഞ്ഞാൽ അത് അവർ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മീം പോയിൻറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവൻ്റെ ട്രേഡിംഗ് ബോട്ടിൽ പോയിട്ട് ട്രേഡ് ചെയ്യണം. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യണ്ട, ഈ വീഡിയോയിൽ പറയണ്ട. അപ്പോൾ ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലെയർ എഡ്ജിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെയർ എഡ്ജിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മേജറായിട്ട് ചെറിയൊരു നെഗറ്റീവ് ഞാൻ നിങ്ങൾക്ക് തരാം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, നമ്മുടെ ഒരു ലെയർ എഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് എവിടെ നിന്നാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പൈസയൊന്നും പ്രതീക്ഷിക്കേണ്ട. മേ ബി ഒരു ടെലിഗ്രാം പ്രൊജക്റ്റിനെക്കാളും തീർച്ചയായിട്ടും നല്ലൊരു പൈസയൊക്കെ ഇതിന് കിട്ടട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എലിജിബിൾ ആയ ആൾക്കാരൊക്കെ താഴെ വന്ന് കമൻറ്റ് സെക്ഷനിൽ എന്ത് പറയണം, നിങ്ങൾക്ക് എത്രത്തോളം മില്യൺ പോയിൻറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം താഴെ വന്ന് പറയുക. ലാസ്റ്റ് വീഡിയോൻ്റെ അവസാനം ആകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആണ് കിട്ടുക എന്നുള്ളൊരു കാര്യം ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവൻ്റെ റോഡ് മാപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റോഡ് മാപ്പിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാസം തന്നെയാണ് നമ്മൾ ഈ ഒരു മാസം മെയിനറ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും മേജറായിട്ട് ഒരു അനൗൺസ്മെൻ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഷോക്കിംഗ് അനൗൺസ്മെൻറ്റ് നമുക്ക് കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ, യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് വെബ്സൈറ്റിൽ നമ്മുടെ ലെയർ എഡ്ജിൻ്റെ ഇടയ്ക്ക് തെറ്റണ്ടെന്ന് പറഞ്ഞിട്ടാണ് സ്പെല്ലിങ് പറയുന്നത്, ഈഡൻ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യാണ്, പ്രീ ട്രേഡിങ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ന്യൂസ് കണ്ടു. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ചു ഇത് എന്താണിത്, പെട്ടെന്ന് തന്നെ പ്രീ ട്രേഡിങ് വന്നല്ലോ, ഇനിയിപ്പോൾ ലിസ്റ്റ് ആവാൻ പോകുന്നല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അതിൽ വെയിറ്റ് ചെയ്തിട്ട് അതിൽ ട്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പോസ്റ്റ് 100% ഫേക്കാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഈ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റെ ഒരു .com അല്ലെങ്കിൽ ഇവൻ്റെ ഒരു എക്സ്ചേഞ്ച് നമുക്ക് നേരത്തെ തന്നെ ബ്ലോക്ക് മേഷൻ്റെ ടോക്കൺ ഇറക്കിയ ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിന്നൊക്കെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് എവിടെ നിന്ന് ഒഫീഷ്യലായിട്ട് ന്യൂസ് കിട്ടണം, ഒന്നില്ലെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് കിട്ടണം, ഇല്ല ഞാൻ ഈ ലെയർ എഡ്ജിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടണം, അതിൻ്റെ ഒരു ടോക്കൺ അവിടെ പ്രീ മാർക്കറ്റ് വരാൻ പോകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്താവുള്ളൂ, ഇത് ലൈവായിട്ട് വരുള്ളൂ. വേറെ എവിടെ നിന്ന് കണ്ടാലും നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടും ഒരു പൈസ ഇടരുത്. ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസയൊക്കെ പുകയായിട്ട് പോകുന്നു മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ന്യൂ ലിസ്റ്റിംഗ് ഈഡൻ ലെയർ ലൈവ് ഓൺ യൂണിറ്റ് പ്രീ മാർക്കറ്റ് OTC എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
സമയം അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് 4:30-ക്കാണ് അവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സപ്പോർട്ടഡ് വന്നിട്ട് USDTയും ETH ആണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് പെയർ ആയിട്ട് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള കുറേ ഉടായ്പ കളികളും നമ്മുടെ ക്രിപ്റ്റോയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് ഇവിടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസ് പ്രഡിക്ഷനാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് പ്രഡിക്ഷൻ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇവരിൻ്റെ ഒരു ടോക്കൺ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സപ്ലൈ ആണെന്ന് അറിഞ്ഞിട്ടുണ്ട്, എത്രത്തോളമാണ് കമ്മ്യൂണിറ്റിക്കും അവരായിട്ടും ഇല്ലെങ്കിൽ വെസ്റ്റിംഗ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ 1 ബില്യൺ ഈതൻ ടോക്കൺ ലെയറേജിൻ്റെ ആണ് നമുക്ക് എന്താവാൻ പോകുന്നത്, നമ്മുടെ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ മൊത്തം ഒന്നും വരില്ല. നമുക്ക് ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഇവിടെ നിന്ന് ജനറേറ്റ് ആക്കാം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് ലെയറേജ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിൻ്റെ വൈറ്റ് പേപ്പറും വെബ്സൈറ്റും അതേപോലെ തന്നെ എതർ സ്കാനിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒരു ലിസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് വരാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പെൻഡിങ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി ഞാനിവിടെ അടുത്ത് നോക്കാൻ പോകുന്നത് അതിൻ്റെ ടോക്കണോമിക്സ് ആണ്. അപ്പോൾ ഈ ഒരു ടോക്കണോമിക്സ് നോക്കിയാലാണ് നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ, എത്രത്തോളമാണ് കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നത്, എത്രത്തോളമാണ് നമുക്ക് കിട്ടുന്നത്, ഇല്ലെങ്കിൽ എത്രത്തോളമാണ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇടയ്ക്ക് ഇങ്ങനെ തെറ്റൊക്കെ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾ എഡിറ്റ് കണ്ടിട്ടുണ്ടോ? എഡിറ്റ് ഇല്ല, ഞാൻ എന്താ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയാണ്. എനിക്കിവിടെ ചെറിയ ഇടയ്ക്ക് വേനയൊക്കെ വരും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇടയിലൊക്കെ ഒരു ഇങ്ങനെയുള്ള ഗ്യാപ്പൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ടോക്കണോമിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ബില്യൺ സപ്ലൈയിൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പോകുന്നത് 46% ആണ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 460 മില്യണൊക്കെയാണ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ കോർ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് 22% അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ആയിരിക്കും ടോട്ടൽ സപ്ലൈ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു മാക്സിമം 60%. 46ഉം 22ഉം നമുക്ക് എന്താണ് അപ്രോക്സിമേറ്റ്ലി ഒരു 60% എന്ന് വെക്കാം. പിന്നെ ഫൗണ്ടേഷന് 12%, അതേഴ്സ് 5%, എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അവർ അതിന് 15% ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മേ ബി കൂടുതലൊന്നും വെസ്റ്റിംഗ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, ഒരു നിഗമനമൊക്കെ ചെയ്യാം. ഞാനപ്പോൾ അതിൻ്റെ ഒരു ചാർട്ടും ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പും അതേപോലെ തന്നെ എത്രത്തോളം പ്രൈസ് വരുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കൺവേർഷൻ റേറ്റ് അവൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരെ ഇവിടെ ടോട്ടൽ സപ്ലൈ 1 ബില്യൺ എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ അവർ കമ്മ്യൂണിറ്റിക്ക് 46 മില്യണും അതേപോലെ തന്നെ കോൺട്രിബ്യൂട്ടറിന് 220 മില്യണും ഒക്കെയാണ് അവർ ടോട്ടൽ ഇനി ഒരു സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് ഇവരുടെ ഒരു ടോക്കണോമിക്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായത്, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഞാൻ അടുത്ത് നമ്മൾ ഇവിടെ നോക്കാനുള്ളത് 60% നമ്മൾ അപ്രോക്സിമേറ്റ്ലി എടുത്തു. അപ്പോൾ ഈ ഒരു 1 ബില്യൺ 60% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 600 മില്യൺ ടോക്കൺസ് ഒക്കെയാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, ഇവിടെ നിന്ന് ഒരു സർക്കുലേറ്റീവ് സപ്ലൈ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു പ്രൈസും ഒരു അപ്രോക്സിമേറ്റ്ലി ഇന്നൊരു മാർക്കറ്റ് ക്യാപ്പിലേക്കാണ് വരിക എന്ന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകണം. നമ്മപ്പോൾ 10 മില്യണോ 50 മില്യണോ 100 മില്യണോ 200 മില്യണോ മാർക്കറ്റ് ക്യാപ്പിൽ എടുത്ത എൻ്റെ പൊന്നു മക്കളെ ഇനി കിട്ടുമോ? ഇനി ഒരിക്കലും അങ്ങനെ പോസിബിൾ അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇന്ത്യൻ പ്രൊജക്റ്റും കൂടിയാണ്. അപ്പോൾ വളരെയധികം കുറച്ചിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റ് ക്യാപ്പൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചൂസ് ചെയ്യാൻ പോകുന്നത് 1 മില്യൺ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ 100 200 മില്യൺ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു, അതൊന്നും പറയണ്ട. അപ്പോൾ എന്തായാലും 1 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് നമ്മൾ ഇവിടെ എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു 600 മില്യൺ ടോക്കണാണ് ടോട്ടൽ സപ്ലൈ കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ 0.00167 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരിക. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ പറയും ഇതിനേക്കാൾ കൂടുതൽ വരില്ലേ ബ്രോ? തീർച്ചയായിട്ടും വരും. അപ്പോൾ നമുക്ക് ആൾറെഡി ഇങ്ങനെയുള്ള ഈ ഒരു ലെയർ 1 പ്രൊജക്റ്റ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡീപ്പിനായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു ലെയർ 1 പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സാധാരണ ഒരു പ്രൊജക്റ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 3 മില്യൺ 4 മില്യൺ ഒരു 7 മില്യണൊക്കെയാണ്, ഒരു 10 മില്യൻ്റെ ഉള്ളിലാണ് ഏറ്റവും നല്ല ഒരു മാർക്കറ്റ് ക്യാപ്പ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ നമുക്ക് തരുന്നത്, ലെയർ 1 പ്രൊജക്റ്റുകളിലൊക്കെ കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ എടുക്കേണ്ടത് 1, 5, 10 ഇതിൻ്റെ ഉള്ളിൽ മാത്രം എടുത്താൽ മതി. അതിൻ്റെ മേലെ നിങ്ങൾ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 1 മില്യൺ എന്ന് പറയുമ്പോൾ 0.00165ഉം 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ 0.00833 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂലും 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ വരികയാണെങ്കിൽ 0.01667 എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പിലായിരിക്കും, ഇല്ലെങ്കിൽ വാല്യൂയിലായിരിക്കും നമ്മുടെ ഈ ഒരു ലെയറേജിൻ്റെ ടോക്കൺ നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു 5 മില്യൺ ആണ് എടുക്കാൻ പോകുന്നത്. എനിക്ക് എന്താണ് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഞാൻ നിർത്തി, ഞാനിപ്പോൾ അടിച്ചമർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ
0.008 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂലായിരിക്കും നമുക്ക് എന്ത് തരാൻ പോകുന്നത്, ഇതിൻ്റെ ടോക്കൺ വന്ന് ലിസ്റ്റ് ആവാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് ഇവിടെ നോക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സ് ഒക്കെ കൺവേർഷൻ റേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കമ്മ്യൂണിറ്റി പറഞ്ഞ കാര്യമാണ്. ഇത് ഒരിക്കലും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കൺവേർഷൻ റേറ്റ് ആണ് ഞാൻ എടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺവേർഷൻ റേറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 1 മില്യൺ പോയിന്റ്സ് ലെയർ എഡ്ജിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു 1000 ടോക്കൺസ് ആണ് കിട്ടാൻ പോവുക. അതേപോലെ തന്നെ 4 മില്യൺ പോയിന്റ്സ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് 4000 ടോക്കൺസ് ആണ് കിട്ടുക. അതേപോലെ തന്നെ 5.3 മില്യൺ പോയിന്റ്സ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 5300 ഈതൻ ടോക്കൺസ് ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് അവൻ്റെ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും മിനിമം തന്നെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു 1 മില്യൺ എങ്കിലും ഉണ്ടാവണമല്ലോ, എന്നാലാണ് ഇത്ര കളിച്ചതിൻ്റെയൊക്കെ ഒരു ഗുണമുള്ളൂ. അപ്പോൾ ഒരു 1 മില്യൺ എന്ന് പറഞ്ഞാൽ 1000 ടോക്കൺസ് ആണ്. അപ്പോൾ ഈ ഒരു 1000 ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. നമ്മൾ 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1000 ടോക്കൺസ് കിട്ടി. 0.0083 എന്ന് പറഞ്ഞിട്ട് വാല്യൂൽ എടുക്കുമ്പോൾ എനിക്ക് $8.3 ആണ് കിട്ടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ അത്രത്തോളം യൂസേഴ്സ് ഉണ്ട്, ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഇന്ത്യൻ പ്രൊജക്റ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. മേ ബി നമുക്ക് എന്താണ് ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലും കൂടി നോക്കാം. ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ വിഷമമാണ് 8.3 എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വിഷമമാകാതിരിക്കാൻ വേണ്ടി ഞാൻ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലും കൂടി എടുക്കുകയാണ്. അപ്പോൾ 0.01667 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 0.0166 എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ $16 ആയിരിക്കും 1000 ടോക്കൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകാമെന്നാണ് എൻ്റെ ഒരു പ്രഡിഷൻ. അപ്പോൾ ഇതിന് മേ ബി മാറ്റങ്ങൾ വരാം. 100% ഒന്നും ശരിയാവണമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അത് കാണുന്ന ആൾക്കാർക്ക് എന്താണ് യുക്തിപൂർവ്വം ആലോചിച്ച പ്രഡിഷൻ ആണെന്ന് എന്തായാലും മനസ്സിലാവും. അപ്പോൾ എന്തായാലും 1000 ടോക്കൺസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു $16 കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ ഇതിൻ്റെ പാതി $8 ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മില്യൺ പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടെന്ന് 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലുള്ള ഈ ഒരു വാല്യൂ വെച്ചിട്ട്, അത് എത്രയാണ് 0.08 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാല്യൂയിൽ വെച്ചിട്ട് ഞാൻ എന്ത് തരാം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രത്തോളം ടോക്കൺസ് ആണ്, എത്രത്തോളം പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെ 100 രൂപ, എനിക്ക് 100 രൂപ, നിങ്ങൾക്ക് 200 രൂപ കിട്ടുന്ന ലൂട്ട് ഇപ്പോൾ അവിടെ എന്തായിട്ടുണ്ട്, ലൈവ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണോ, ഒരു കാര്യങ്ങളും ചെയ്യേണ്ട, നേരെ ആ ലിങ്കിലൊന്ന് കയറുക, നിങ്ങളുടെ UPI ID ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് UPI ID എവിടെ നിന്നാണ് കിട്ടുക, അതെല്ലാവർക്കും അറിയാമല്ലോ. ഗൂഗിൾ പേ ഒക്കെ ഇപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ പേയിൽ വരുന്നുണ്ട്, എൻ്റെ ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് എൻ്റെ UPI ID കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് UPI ID കോപ്പി ചെയ്തിട്ട് ഞാൻ നേരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, മേ ബി നല്ല വൈഫൈ കണക്ഷനൊക്കെ ആണെങ്കിൽ മാത്രം വൈഫൈ കണക്ഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്യുക, ഇല്ലെങ്കിൽ സാധാരണ മൊബൈൽ നെറ്റ് വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യുക. ഇത് മേ ബി ട്രാക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവില്ല, അത് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിക്കൊന്നും പോവില്ല, മേ ബി ഒരു 200 രൂപ കിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിക്കാണ് പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ഡീറ്റെയിലും കൊടുത്ത് അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ GPayയിൽ ആക്ടിവേറ്റ് ആയ ആ സമയം തന്നെ നമുക്ക് 200 രൂപയാണ് നിങ്ങൾക്ക് എല്ലാവരും കിട്ടുക. എനിക്ക് അതിന് റെഫർ ചെയ്താൽ 100 രൂപയാണ് കിട്ടുള്ളൂ. ഞാൻ അത് കാരണം ഒരുപാടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും 200 രൂപ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു സഹായം, എനിക്കൊരു സഹായം. അപ്പോൾ എല്ലാവരും വേഗം ചെയ്തു. ഇങ്ങനെ 100 രൂപയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങൾക്ക് 100 രൂപയല്ല, നിങ്ങൾക്ക് 200 രൂപ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ എൻ്റെ സംസാരമൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മുടെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ആവുക. ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറിക്കോ, ഒരുപാട് പൈസ ഉണ്ടായിക്കോ, ഒരുപാട് ഫ്രണ്ട്സിനും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്തോ. ഇനി മേ ബി ഒരു 2-3 ദിവസമാണ് ഇതിൻ്റെ ഉള്ളൂ. അത് കാരണമാണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾ വീണ്ടും ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.